ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആപ്പിൾ ജാമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആപ്പിൾ ജാം തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആപ്പിൾ ജാം റെഡിയാക്കുമ്പോൾ നമ്മൾ ചുമന്ന ആപ്പിൾ വേണം എടുക്കാനായിട്ട്, പച്ച ആപ്പിളല്ല, ഇതുപോലെ ചുമന്നിരിക്കുന്ന ആപ്പിൾ വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 4 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കണം. അങ്ങനെ അത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പീലറോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ആപ്പിളിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലുള്ള കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ജാമിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇത് സെയിം. അപ്പോൾ ഇതുപോലെ നമ്മൾ പീലൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് എല്ലാ ആപ്പിളും ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ ആപ്പിളൊക്കെ നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഇതിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഇതിനൊന്ന്, അതായത് ചെറുതായിട്ടൊന്ന് ഇതിനൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് ആദ്യമേ തന്നെ ആപ്പിൾ പീൽ ചെയ്തെടുത്തതിന് ശേഷം വേവിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് നമുക്ക് അല്ലാതെയും ഇതുപോലെ ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതിനെക്കാട്ടിലും കുറച്ചുകൂടി എളുപ്പം ഇതാണ്. നമ്മൾ ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അത് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അത് ഫൈൻ പേസ്റ്റായിട്ട് അതൊന്ന് അരച്ചെടുക്കണം. ആ അരച്ച ഒരു നമ്മൾ ആപ്പിളില്ലേ അത് ഇതുപോലെ ആ പാനിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കും. അപ്പോൾ കറക്റ്റ് അളവാണ്, കറക്റ്റ് മധുരമാണ് ഈ 1 കപ്പ് പഞ്ചസാര. അപ്പോൾ ആ പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് പഞ്ചസാര അലിഞ്ഞതിന് ശേഷവും ഇതുപോലെ കുറച്ച് വെള്ളം പോലെയൊക്കെ ഇരിക്കും. അപ്പം വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും പിന്നെ അതേപോലെ ഒരു 2-3 തുള്ളി നമ്മൾ റെഡ് ഫുഡ് കളറില്ലേ, അപ്പോൾ അത് ഓപ്ഷനിലാണ്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വീണ്ടും അതൊന്ന് വറ്റിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാനായിട്ട്. അങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയ ജാം, അതും ആപ്പിൾ ജാം റെഡി ആയിട്ടുണ്ട്. അപ്പം 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ബ്രെഡിൻ്റെ കൂടെ പിള്ളേർക്ക് ഇതുപോലെ തേച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ജാമിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഒരു മാറ്റമില്ല. കാണാനും സെയിം അതുപോലെ തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ജാം തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ പല ഐറ്റംസും അതിൽ ചേർത്തിട്ടല്ലേ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളിത് വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മാസലാമ.